വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെപ്പറ്റി പരിഹാരങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് നിരവധി സജഷൻസ് എൻ്റെ വാട്സപ്പിൽ വന്നിരുന്നു. എന്നാൽ അതനുസരിച്ച് അടുത്ത വീഡിയോയുടെ കണ്ടൻറ്റ് അതാകാമെന്ന് വിചാരിച്ചു. അതേപ്പറ്റി എഴുതാനിരുന്നപ്പോഴാണ് കൗൺസിലിങ്ങിന് വന്ന ഒരു പെൺകുട്ടിയെപ്പറ്റി ഓർമ്മ വന്നത്. അതായത് ഇത് ഞാനല്ല മാം, ഞാൻ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചതല്ല, ഇത് മറ്റാരോ ആണ് എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കുട്ടി ജനിച്ച് കണ്ണു തുറന്ന് കാണുന്ന പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവളുടെ വീട്, ഇതെല്ലാമുള്ള ഒരു കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോണിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക്, സംസ്കാരത്തിലേക്ക്, ഒരു വീട്ടിലേക്കൊക്കെ ഉള്ള ഒരു പറിച്ചുനടലാണ് പെൺകുട്ടിയെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുരുഷനും ആത്മസംഘർഷങ്ങളുണ്ട്. തൻ്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, തൻ്റെ വീട്ടുകാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇടയിൽ ഒരുപാട് ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് പുരുഷനും. വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ കടലുപോലെയാണ്. നമുക്കതിൻ്റെ പരിഹാര മാർഗത്തിലേക്ക് വരാം. ആദ്യം വിവാഹിതരാകാൻ പോകുന്ന വ്യക്തികളോടാണ്. സർക്കാരോ സമുദായ സംഘടനകളോ ഒക്കെ നടത്തുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ നിർബന്ധമായും പങ്കെടുക്കുക. വീട്ടുകാരെ കൂടി, അതായത് 2 കുടുംബങ്ങളിലെ അംഗങ്ങളെ കൂടി അതിനകത്ത് പങ്കെടുപ്പിക്കുക. വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികളുടേത് മാത്രമല്ല, 2 കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ്. പഴയ തലമുറയിൽ എന്നെപ്പോലെയുള്ളവരോ എൻ്റെ മുൻഗാമികളോ ഒക്കെ ഈ വിവാഹ ജീവിതം എന്ന ആഴക്കടലിലേക്ക് ഒന്നും അറിയാതെ വന്ന് വീഴുന്നവരാണ്. അതിൽ കുറേ പേർ സർവൈവ് ചെയ്യും, മറ്റുള്ളവർ സഫർ ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് ആങ്ഷ്യസ് ആണ് വിവാഹ ജീവിതത്തെപ്പറ്റിയൊക്കെ. പഴയ തലമുറയേക്കാൾ ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ഇതെല്ലാം പൂർണ്ണമാകണമെന്നില്ല, അതുപോലെ തന്നെ ശരിയാകണമെന്നുമില്ല, അതുപോലെ ഇത് ഓരോ വ്യക്തിക്കും സ്യൂട്ടബിൾ ആകണമെന്നുമില്ല. അവിടെയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ പ്രസക്തി വരുന്നത്. ഞാൻ കേരള ഗവൺമെൻറ് നടത്തി വന്നിരുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഫാക്കൽറ്റി ആയിരുന്നു. വിവാഹിതരാകാൻ പോകുന്ന വ്യക്തികൾ, അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ജനറ്റിക്സ് ഇഷ്യൂസ് ഉണ്ടോ, അവർ അതിൻ്റെ കാരിയറാണോ, ജനിക്കാൻ പോകുന്ന കുട്ടികളെ അത് എത്ര ശതമാനം അത് ബാധിക്കും എന്നൊക്കെയുള്ള ഒരു അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ വിവാഹത്തിന് മുന്നേ, പ്രഗ്നൻസിക്ക് മുന്നേയൊക്കെ എടുക്കേണ്ട ചില വാക്സിനേഷൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനം HPV ആണ്. അണുബാധ ഉണ്ടാകാതിരിക്കാനും സെർവിക്കൽ ക്യാൻസർ ഒഴിവാക്കാനും ഇത് ഏറ്റവും അത്യാവശ്യമാണ്. ബ്ലഡിൻ്റെ പരിശോധന, ബ്ലഡിലെ RH ഫാക്ടർ പരിശോധിക്കുക. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ഇത് സഹായിക്കും. വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് രോഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് റെമഡിയൽ മെഷേഴ്സ് എടുത്തു പോകുന്നതല്ലേ നല്ലത്. ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ ടെസ്റ്റ് എടുത്തിരിക്കണം. കാരണം പ്രത്യുൽപാദന ക്ഷമത അറിയാനുള്ള ടെസ്റ്റ്. വിവാഹശേഷം, വർഷങ്ങൾക്ക് ശേഷം പിന്നെ മരുന്നും മന്ത്രവും പൂജയും ഒക്കെ ആയി പോകുന്നതിനേക്കാൾ ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് നേരത്തെ എടുത്തു പോകുന്നതായിരിക്കും നല്ലത്. HIV, ഗൊണേറിയ, സിഫിലിസ് പോലെയുള്ള ലൈംഗിക രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ടെസ്റ്റും അവൈലബിൾ ആണ്. സെക്ഷൽ ഓർഗൻസിനെ പറ്റിയുള്ള ശാസ്ത്രീയമായ അവബോധം ആവശ്യമാണ്. കാരണം വിവാഹശേഷം 1 വർഷത്തിന് ശേഷവും ശാരീരിക ബന്ധത്തിൽ ഭയം കാരണം ഏർപ്പെടാതിരിക്കുന്ന കുട്ടികളെയും അറിയാം. ഏജ് കൂടുന്തോറും അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ടൈമിൽ ആ അണ്ടം എടുത്ത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. കാരണം കുട്ടികളുടെ ഇപ്പോഴത്തെ ഫ്യൂച്ചർ പ്ലാനുകൾ, അതായത് കരിയറിൽ എന്തെങ്കിലും ഒന്ന് ആയിട്ട് മതി, അല്ലെങ്കിൽ ജീവിതം ഒന്ന് സെറ്റിലായിട്ട് മതി കുട്ടികളെന്നൊക്കെ തീരുമാനിക്കുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരമായിരിക്കും. ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള നല്ല അവബോധമുണ്ടായിരിക്കുക. ഫിസിയോളജി ടെസ്റ്റുകൾ, പ്രിക്കോഷൻസിന് പുറമേ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അവയർനെസ്സും ആവശ്യമാണ്. അതായത് നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത് പോലെ തന്നെ നോ യുവർ പാർട്ട്ണർ. അതായത് നമ്മൾ സ്വയം അറിയുക, നമ്മുടെ പാർട്ണറെ പറ്റി അറിയുക. അത് കൂടുതൽ സംസാരത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം കൗൺസിലിങ്ങിന് വരുന്ന പല ഇഷ്യൂസും, അതായത് അവരുടെ സാമ്പത്തിക ബാധ്യതകളൊന്നും പറഞ്ഞിട്ടില്ല, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ല, അപ്പോൾ അവർ ചീറ്റ് ചെയ്തു, അതുകൊണ്ട് ഡിവോഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൗൺസിലിംഗ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ വിഷയങ്ങളെപ്പറ്റിയും നല്ല ബോധ്യം പരസ്പരം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നല്ലൊരു വിവാഹ ജീവിതത്തിന് വേണ്ടി. ഇത്രയൊക്കെ പ്രിക്കോഷൻസ് എടുക്കുമ്പോൾ തന്നെ വിവാഹത്തെപ്പറ്റി, വിവാഹം എന്ന നോബിൾ ആശയത്തെപ്പറ്റിയുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു ധാരണ അവർക്കുണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഹണിമൂൺ പാക്കേജുകളേക്കാൾ പ്രാധാന്യമുണ്ട് വിവാഹ ജീവിതത്തിൽ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുകൾക്ക്.